അപ്പോൾ അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. കുറച്ച് ദോഷകാലമാണ് എന്ന് പറഞ്ഞാൽ ഈ കർക്കിടകം കഴിയുന്നതുവരെ ഉള്ള കാലഘട്ടം. ചിങ്ങമാസം തുടങ്ങുമ്പോൾ മാറ്റം വരും. നാവ് സൂക്ഷിക്കണം. കറുത്ത പട്ടിയാണ്. അതിങ്ങനെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കും. ഞാനത് കാണുക സ്വാമി, എന്തുകൊണ്ടാണ് കാലം വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. നമസ്കാരം. കർക്കിടകവാവ് കഴിഞ്ഞു. പിതൃക്കൾക്ക് വേണ്ടി ബലികർമ്മങ്ങളും കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ 63 വയസ്സായി. ഇന്നിപ്പോൾ രാത്രി 1 മണിയായപ്പോഴങ്ങ് ഉണർന്നു. ഞാൻ ടീച്ചറെയും വിളിച്ച്, ടീച്ചറിൻ്റെ ചേച്ചിയുടെ മക്കളും ചേട്ടൻ്റെ മക്കളും കൂടെ ഉണ്ടായിരുന്നു. മക്കളെന്ന് ഞാൻ ഓരോരുത്തരേ ഉള്ളൂ. ഞാൻ അവരെയും വിളിച്ചു. 2 മണിയായപ്പോൾ ശംഖുമുഖത്തെത്തി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്തൊരു ജനക്കൂട്ടമാണ് ഈ വെളുപ്പിന്. 2 മണി 3 മണി ആയപ്പോഴത്തേക്ക് അവിടെ നിറഞ്ഞു. അപ്പം നമ്മൾ ഈ ബലികർമ്മങ്ങൾ ചെയ്യാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് ചെയ്തു. ശംഖുമുഖത്താണ്, തിരുവനന്തപുരത്ത്. ഒരുപാട് പേര് ബലികർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സമിതികൾ അവിടെ ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് ബലികർമ്മങ്ങൾ ചെയ്യുന്നവർ തന്നെ, പിതൃക്കളെയൊക്കെ സ്മരിച്ചുകൊണ്ട് ബലികർമ്മങ്ങൾ ചെയ്യുന്നവർ തന്നെ ധാരാളം, ചെയ്യിപ്പിക്കുന്നവർ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വഴിപാടുകളല്ലാതെ ചെയ്തതെന്ന് ചുരുക്കം. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിലേറ്റ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ, എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചത്, എനിക്ക് മുമ്പിൽ ഒരു കുട്ടിയും അതിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു. അവർക്ക് അധികം പ്രായമില്ല. കണ്ടാലൊരു 30 വയസ്സിന് താഴെ വരുവുള്ളൂ ആ പെൺകുട്ടി. ഈ കുട്ടി അടുത്തിരുന്ന് ബലികർമ്മങ്ങൾ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ആ കുട്ടിയുടെ ഭർത്താവായിരിക്കും മരണപ്പെട്ടത്. അപ്പോൾ അവരിങ്ങനെ കരയുകയാണ്. കരയുമ്പോൾ ഈ കുട്ടി ബലികർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവന് അമ്മ ഇങ്ങനെ നോക്കും, എന്നിട്ട് ബലികർമ്മങ്ങൾ ചെയ്യും. അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ അമ്മയുടെ കണ്ണീരിനാണ്. അമ്മ കരയുമ്പോൾ അവൻ ആ കൈകൊണ്ട് വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമായിരുന്നു. എനിക്കതുകൊണ്ട് ഞാൻ ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു. ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നു ആരെങ്കിലും നന്നായിട്ട് സ്നേഹിച്ച് കൊതി തീരും മുമ്പ് ആ പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു പോയി. ഒരു സന്താനം, ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിക്ക് അവന് ബലികർമ്മം ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവൻ്റെ അമ്മയുടെ കണ്ണീരിൽ നിന്ന് ഇങ്ങനെ, കവിളിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി ആ ബലിച്ചോറിലേക്ക് വീഴുമ്പോൾ ഇവൻ്റെ ഹൃദയത്തിലുണ്ടാക്കുന്ന ഒരു വേദനയാണ്. അവൻ ആ കൈകൊണ്ട് അമ്മ 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 എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ, ഞാൻ ആലോചിക്കുന്നത്, അവനിപ്പോൾ കുഞ്ഞാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാല്യത്തിലോട്ട് പോയി. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരിച്ചതാണ്. നമുക്കപ്പോൾ ആ വിരഹവേദനയൊന്നും അമ്മ ഉള്ളതുകൊണ്ട് അതിൻ്റെ വേദനയൊന്നും വളരെ വളരെ ആഴത്തിൽ സ്പർശിക്കില്ല. കാരണം അപ്പോൾ ബന്ധുക്കളൊക്കെ ഉണ്ടാകും. ഞങ്ങൾ 3 പേരാണല്ലോ. അപ്പോൾ ഈ നേരത്തെ അച്ഛൻ എനിക്ക് 8 വയസ്സും സഹോദരിക്ക് 9 വയസ്സും സഹോദരന് 7 വയസ്സുമാണ്. അപ്പോൾ ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് അന്വേഷിച്ച് വരികയും ആ ബന്ധത്തിൻ്റെ തീവ്രത, ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയ എല്ലാ കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്ന പിതാവ് മരണപ്പെട്ടു പോയപ്പോൾ ആ ബന്ധത്തിൻ്റെ തീവ്രത നന്നായിട്ട് അറിഞ്ഞു വരും. പക്ഷേ അച്ഛൻ്റെ മരണം ഒരു ചെറിയ ആഘാതം മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. കാരണം അമ്മയുടെ സ്നേഹം വളരെ കരുതലും ഒക്കെ വളരെ വലുതായിരുന്നത് കൊണ്ട് തന്നെ ബന്ധുക്കളുടെ കരുതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് നമ്മൾ വളരും തോറും തന്നെ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങൾ പോലും ഇങ്ങനെ അകന്നകന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ബന്ധങ്ങളെ ഇല്ലാതായി. അപ്പോൾ വളർച്ചയും കാലവും ബന്ധങ്ങൾ ഇല്ലാതാക്കി കളയും. അതിനെ അനുഭവിക്കാനുള്ളൊരു യോഗം എനിക്കില്ലാതെ പോയി, മറ്റു പലർക്കും ഉണ്ടായിരിക്കാം. എനിക്കെന്തോ എൻ്റെ സഹോദരനെയാണെങ്കിലും സഹോദരിയാണെങ്കിലും അനുഭവിക്കാനുള്ള യോഗമില്ലാതെ പോയി. അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ കുഴപ്പം കണ്ടാണോ, അതോ വിധിയില്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ തോന്നും. ഇന്ന് എൻ്റെ മുമ്പിലിരുന്ന ബലികർമ്മം ചെയ്യുന്ന ആ കരയുന്ന പെൺകുട്ടിയുടെ ഒപ്പം അടുത്തിരിക്കുന്ന, അവനെ കൂടിപ്പോയാൽ ഒരു 6 വയസ്സിന് താഴെ വരുള്ളൂ, ഒരു ഒറ്റത്തോർത്തൊക്കെ കൊടുത്ത് നല്ല തുടുത്തൊരു കുട്ടി. അവന് ബലികർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പറയണമെന്നുണ്ട് അത് പറയാൻ. അപ്പോൾ അവൻ്റെ പിതാവിനെ അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു വിധി, ജാതകദോഷം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ മാത്രമേ ആ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ വിധവയായി തീർന്ന ഒരു പെൺകുട്ടിയും ഈ കുട്ടിയെ വളർത്തിയെടുക്കാൻ പെടുന്ന ഒരു പാടും, വളർന്നു കഴിഞ്ഞാൽ അവന് അമ്മയെ സ്നേഹിക്കുകയും അവൻ്റെ അമ്മയുടെ ആ സ്നേഹവും കരുതലും അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് അല്ലേ? മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആഘാതം ചെറുതൊന്നുമല്ല, വളരെ വളരെ വലുതാണ്. അങ്ങനെ ഒരു ഉത്തമനായ കുട്ടിയായിട്ട് വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പ്രിയതമൻ്റെ
എന്തായാലും അവരുടെ അച്ഛനും അമ്മയും ഓർത്തല്ല കുട്ടി കരയുന്നത്. കാരണം ഈ കുട്ടിയുടെ പിതാവില്ല, അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ബാല്യത്തിൽ അവൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു ജാതക വിധി, നമ്മൾ പലതും പറയും ജാതകത്തിനെ ചേർക്കാറില്ല, ചേർക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്ന സമയത്ത് ഈ ജാതകത്തിൻ്റേതായിട്ടുള്ള ഗ്രഹനിലകളൊന്നും അവർക്ക് ബാധകമല്ല, ഇതൊന്നും അവരുടെ വിഷയമല്ല. പലരും ചോദിക്കുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പിന്നെ ക്രിസ്ത്യാനി സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊന്നും അങ്ങനെ ജാതകമൊന്നും നോക്കുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമ്മളത് തെറ്റായ ധാരണയാണ്. അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉത്തമമല്ലാത്ത ദാമ്പത്യത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചു ചെല്ലാൻ പറ്റാതെ വിധിയെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ പിന്നെ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടങ്ങൾ കൂടും. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, ഒരു 3 ആഴ്ചക്ക് മുമ്പ് എന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ആ ചെറുപ്പക്കാരന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ട്. അവർ തമ്മിൽ ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ആ ഇഷ്ടത്തെക്കുറിച്ച് അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം, DNA പ്രോഗ്രാമും, ഞാൻ ജാതകത്തെക്കുറിച്ച് പറയുന്നതും, ഗ്രഹനിലകളെക്കുറിച്ച് പറയുന്നതും, ജീവിതത്തെക്കുറിച്ച് പറയുന്നതും, ജീവിതത്തിലെ ചുറ്റുപാടുകളെക്കുറിച്ച് പറയുന്നതുമൊക്കെ അദ്ദേഹം കേട്ടതുകൊണ്ടാവും എന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വിളിച്ചിട്ടിങ്ങനെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഗ്രഹനില നോക്കണം എന്ന്. ഗ്രഹനില എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുവാണെങ്കിൽ ജാതക പൊരുത്തമില്ലാത്ത വിവാഹങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ആ ഗ്രഹനിലകൾ പിഴച്ചിരിക്കും. അത് നമ്മൾ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ. അത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ, എന്തും അനുഭവിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം. കാരണം നിങ്ങൾക്ക് വിട്ടുപിരിയാൻ വേർപെട്ട് പോകാൻ തയ്യാറില്ലാത്ത 2 പ്രണയബന്ധങ്ങൾ ശക്തമായിട്ട് നിലനിന്നാൽ അത് നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാ ദുരന്ത അനുഭവങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ചോദിക്കും, ഉത്തമത്തിൽ വിവാഹം കഴിക്കുന്ന മധ്യമ പൊരുത്തമല്ലാതെ തന്നെ ഉത്തമമായിട്ട് 10 പൊരുത്തങ്ങളിൽ 10 പൊരുത്തം ഉത്തമമെന്ന് പറഞ്ഞ വിവാഹ ജാതകങ്ങൾ വേർപെട്ടു പോവുക മാത്രമല്ല കോടതി പരാന്തകളിൽപ്പെട്ട് പരസ്പരം ശത്രുഭാവത്തോടുകൂടി ജീവിക്കുന്ന നിരവധിയുണ്ട്. അത് നമ്മൾ പൂർവ്വജന്മം എടുക്കുമ്പം ആ ദോഷങ്ങൾ നമുക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അതൊക്കെ ഓരോ വിധിയാണ്. അതിനെ സംബന്ധിച്ച അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിധിയുടെ കൂട്ടത്തിൽ ഞാൻ കൂട്ടത്തേ ഉള്ളൂ. അത് വിധിയാണ്. നമ്മൾ എത്ര ദൈവത്തെ വിളിച്ചാലും, ദൈവത്തെ വിശ്വസിച്ചാലും, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗ പ്രണാമം നടത്തിയാലും, എല്ലാം ചെയ്താൽ പോലും ഇത് അനുഭവിച്ച് തീർക്കാനുള്ളതെങ്കിൽ അനുഭവിച്ച് തീർത്തേ പറ്റൂ. എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിച്ചാൽ ജീവിക്കാം. പക്ഷേ നിങ്ങൾക്കെല്ലാം സഹിക്കാനുള്ളത്, സർവ്വതും സഹിക്കാനുള്ള ശക്തി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ദിവ്യനായ ഇവിടെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ ഒരു വലിയ പ്രവാഹം തന്നെയുണ്ട്. പാരമ്പര്യം, കുടുംബ പാരമ്പര്യം, മാന്ത്രിക പാരമ്പര്യത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടവരുടെ കുലത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ആ മഹത്വം നിലനിർത്തുന്നതിന് പണ്ടുണ്ടായിരുന്ന ആ കുലത്തിനെ, പണ്ടുണ്ടായിരുന്ന കൊട്ടാരത്തിൽ ശങ്കുനുടെ ഐതിഹ്യമാരിൽ പറഞ്ഞിരുന്ന പല കുടുംബങ്ങളുടെയും അന്നത്തെ പ്രതാപം, ആ കെട്ടിടങ്ങളൊക്കെ കാണും. ആ മാന്ത്രിക തന്ത്രമാന്ത്രിക ശക്തിയുടെ പ്രതാപം ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പം ആ ഒരു കുലത്തിൻ്റെ മഹിമ ഇങ്ങോട്ട് തന്നെ വരും. അതായത് കുലമഹിമ, ആ വംശത്തിൽ പിറന്നുപോയത് കൊണ്ട് വലിയ മാന്ത്രികനായിട്ട് ജീവിക്കുന്നവരും വലിയ മന്ത്രവാദം പറയുന്നവരും ചെയ്യുന്നവരും അത് ബലിക്കുമല്ലോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഞാനതിനെ തള്ളിപ്പറയുന്നൊന്നുമില്ല. ധനം ലക്ഷ്യമാക്കി ചെയ്യുന്നവരുണ്ട്. ആ പാരമ്പര്യം, ആ കുലത്തിൽ പോയി ജനിക്കണമെങ്കിൽ ഒരു ഭാഗ്യം വേണമല്ലോ. അതുകൊണ്ട് നമുക്കത് വിടാം. പക്ഷേ ഇവരെ ആത്മജ്ഞാനം വെച്ച് പറയുന്ന പല കാര്യങ്ങളും വലിയ അബദ്ധമായി തീരാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കുലപാരമ്പര്യം, കേരളത്തിലെ പാരമ്പര്യമായിട്ടുള്ള നിലനിന്നിരുന്ന കുലത്തിൽ നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ അവർ പറയുന്നത് കൊണ്ട് മാത്രം ഉത്തമമാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ ചെയ്താൽ, ഇല്ലെങ്കിൽ അത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൂടെ ഇവ അടുത്ത കാലത്ത് ഒരു ഗണകൻ്റെ കുലത്തിൽപ്പെട്ട ഒരു ജ്യോതിഷ പണ്ഡിതനെ ഞാൻ കണ്ടു, ഒരു ചെറുപ്പക്കാരനെ. അദ്ദേഹം വളരെ ചെറിയ ലളിതമായ ഒരു പ്രസ്സിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പക്ഷേ ജ്യോതിഷം വംശപാരമായിട്ട് ഈ ഗണക സമുദായത്തിൽപ്പെട്ട് വന്നിട്ടുള്ളതാണ്. നന്നായിട്ട് അപ്പൂപ്പനൊക്കെ ജ്യോതിഷം പറഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹം ജ്യോതിഷം നോക്കി പറയും. ഒരു കുലപാരമ്പര്യം, അച്ഛൻ ഗണകൻ, ആ പഴയ ഗണക സമുദായത്തിൽപ്പെട്ട് ഗണിച്ച് ഉത്തമമായി പറയുന്ന ആളാണ്.
അദ്ദേഹം അതിൻ്റെ ഫലങ്ങൾ പറയും കൃത്യമായിട്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചേരാത്തൊരു ജാതകത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നടുത്ത ഇന്നാളെ പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ അയ്യോ സ്വാമി പറഞ്ഞാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ കാര്യപൂർവ്വം നോക്കിയിട്ട് പറഞ്ഞു ഈ ജാതകം ചേർക്കാവുന്ന ജാതകമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ എല്ലാവരും എഴുതി കൊടുത്തു, വർജ്യം എന്ന് എഴുതി കൊടുത്തു, ഇത് ചേർത്താൽ ഇന്നതുണ്ടാവും ഇന്നതുണ്ടാവും, അപമൃത്യു ഉണ്ടാവും, ഭ്രാന്തുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത് കുറേ പരിഹാരങ്ങളൊക്കെ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് അവർ വിട്ടു. പക്ഷേ ഈ പയ്യൻ, ഈ കുട്ടി, അയാൾ പ്രസ്സിലെ ജോലിക്കാരനാണ്. പിന്നെ അയാൾ വളരെ കൃത്യമായിട്ട് ആ ജാതകം ഗണിച്ച് പറഞ്ഞയച്ചു. ഞാൻ അതിൻ്റെ പൂർവ്വജന്മം എടുത്തപ്പോഴത്തേക്ക് ആ ജാതകം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു 2-3 മാസത്തിന് മുമ്പ്, 3 ആഴ്ചയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കരമായ ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്, വേർപെട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേർപെട്ട് ജീവിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ 2 ജ്യോതിഷന്മാരോ 2-3 ജ്യോതിഷന്മാർ പറഞ്ഞു ഇത് വലിയ കുഴപ്പമില്ല, ഇത് മധ്യമത്തിലാണെങ്കിലും ചേർക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മഹാമാന്ത്രിക കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പണ്ഡിതന് ഈ അച്ഛനും അമ്മയ്ക്കും കുടുംബക്കാർക്ക്, പെൺകുട്ടിയുടെ കുടുംബക്കാർക്ക് എതിർപ്പുള്ളൂ. അപ്പോൾ അവർ കൊണ്ടുവരുന്നു ഒരാളെ കൊണ്ടുവന്ന് ഈ മാന്ത്രികൻ അങ്ങോട്ട് കയറിയ ഉടനെ തന്നെ പണ്ഡിതൻ പറയുന്നു, നിങ്ങൾ വിവാഹം നോക്കുകയില്ലേ, ഇദ്ദേഹം പയ്യൻ്റെ നക്ഷത്രം ഇന്നതല്ലേ. അപ്പോൾ ആ പെൺകുട്ടി വിശ്വസിച്ച് പോവില്ലേ, ഇല്ലേ? എങ്ങനെയാണ് വന്നു കയറിയ തന്നെ ഒരാൾ ആ പയ്യൻ്റെ നക്ഷത്രം പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, അതിവിടെ എന്തോരോ ചുറ്റിക്കളിയുണ്ട്, നക്ഷത്രം പറയാനൊക്കെ പറ്റും. നല്ല കണ്ണേഷി ഉപാസനയുണ്ടെങ്കിൽ ഇന്ന നക്ഷത്രമല്ലേ, ഇല്ലെങ്കിൽ ഇന്ന കുടുംബമല്ലേ, ഇന്ന സ്ഥലമല്ലേ, ഇങ്ങനെ മരണപ്പെട്ട ആളവിടെ ഇന്ന ആളില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഫലം പറഞ്ഞ് ഒരു രൂപവും പേരും നക്ഷത്രവും ഒക്കെ പറയാൻ പറ്റും. ഇതൊരു പ്ലാനിങ് ആണ്, ആ പെൺകുട്ടിയുടെ മനസ്സിനെ തകർത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, ജാതകം എനിക്കൊണ്ട് ഗ്രഹനില എനിക്കൊന്ന് അയക്കൂ എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ വന്നൊന്ന് കാണാൻ പറഞ്ഞു. എന്തായാലും 3 ജ്യോത്സ്യന്മാർ ആ ജാതകത്തെ ഉത്തമമാണെന്ന് പറയുകയും, ഈ പാരമ്പര്യം പറയുന്ന ഒരു വലിയ തറവാട്ട് മഹത്വന്മാരുണ്ടല്ലോ, മഹാന്മാർ, പണ്ഡിതന്മാർ, ആ പണ്ഡിതൻ പറഞ്ഞു ഈ വിവാഹം കഴിച്ചാൽ 4 വർഷത്തിനകം ഈ കുട്ടി വിധവയാകും, ഭർത്താവ് ഏതോ മാറവരോഗം വന്ന് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആകെ തകർത്തു. ഇവർക്കാണെങ്കിൽ വേർപെട്ട് പിരിയാനും വയ്യ. ഞാൻ പറഞ്ഞു പ്രണയത്തിൻ്റെ ശക്തി ആഴത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ജീവിച്ചാലും അത് ജീവിതമാണ്, ഒരു യുഗം ജീവിച്ചാലും ജീവിതമാണ്, ഒരുപാട് കാലം ജീവിച്ചാലും ജീവിതമാണ്. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈശ്വരൻ ഒരു വിവരം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയ്ക്കനുസരിച്ച് മാത്രമായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്തായാലും എന്നെ വന്നൊന്ന് കാണൂ, കണ്ടതിന് ശേഷം ഞാനിത് പറഞ്ഞു തരാം. പിന്നെ പെൺകുട്ടി ഇതിനകത്ത് വേറെ മൃത്യു ഒന്നുമില്ലെങ്കിൽ 2 പേരും തമ്മിൽ ജനിച്ചാൽ മരിച്ചേ പറ്റൂ, ഇല്ലേ? എത്രയോ പേര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ചെന്നപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടൊരു ഭർത്താവിനെ പീഡിപ്പിക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവിനെ പീഡിപ്പിച്ച് ആ മനുഷ്യൻ നിശബ്ദനായി സംസാരിക്കുക പോലുമില്ല, എത്രയോ കാലങ്ങളായി സംസാരിച്ചിട്ട്. അപ്പോൾ അവർക്ക് മക്കളില്ലേ, 4 മക്കളുണ്ട്. 4 പേരും പറഞ്ഞു അച്ഛനെ അതൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, കാരണം കാലങ്ങൾ കഴിഞ്ഞ് 2 പേര് ഇനിയും അവർ മക്കളെ സംബന്ധിച്ചിടത്തോളം മൂത്ത മകൻ എന്നെ വിളിച്ചിരുന്നു, അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അത് തീരുവില്ല സ്വാമി, പിന്നെ അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്, അത് അവർ തമ്മിൽ എന്തെങ്കിലും ആയി തീർത്തോട്ടെ. അച്ഛൻ സംസാരിക്കാറില്ല, അച്ഛൻ പണ്ടേ അധികം സംസാരിക്കാറില്ല. അച്ഛനെ നിശബ്ദനാക്കുന്ന അമ്മയുടെ അമിതമായ ഭക്തിയും, അപ്പോൾ രാവിലെ കർക്കിടക മാസമായിട്ട് എഴുന്നേറ്റുന്ന രാമായണം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു ഐശ്വര്യമായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ കർമ്മം ശുദ്ധമല്ലെങ്കിൽ എന്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കാര്യം? അപ്പം ആ ജാതകം ഉത്തമത്തിൽ ചേർത്തതില്ലേ, 4 മക്കളെ സൃഷ്ടിച്ചില്ലേ, 4 മക്കളും തമ്മിൽ ബന്ധമില്ല, അച്ഛനും അമ്മയും തമ്മിൽ ബന്ധമില്ല, അങ്ങനെയില്ലേ ജീവിതം. ഇനി അവർ മരിക്കുമ്പോൾ വന്ന് കർക്കിടകത്തിൽ പറയണത് നമ്മൾ ശരിയാണോ എന്ന് പറഞ്ഞുകൂടാ, ബലിയിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ബലിയിടും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന മക്കളുണ്ട്. ഞങ്ങൾ അത്രയൊക്കെ കാണുന്നുള്ളൂ. പിന്നെ അവർ എത്രയും കാലം ജീവിച്ചില്ലേ, അതാണ്. ഇത്രയും കാലം ജീവിച്ചില്ലേ, അടിച്ചാലും വഴക്കിട്ടാലും പരസ്പരം പ്രശ്നങ്ങളില്ലാതെ ഇത്രയും കാലം പോയില്ലേ. അപ്പം മനസ്സിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പുരുഷനും തൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരമ്മയും, അവരൊരു അമ്മയില്ലേ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കട്ടിലിൽ കിടന്ന് അവർ ബന്ധമുണ്ടായിട്ടല്ലേ 4 മക്കളുണ്ടായത്. 4 മക്കളെയും വളർത്തിയില്ലേ. എന്നാൽ സ്വത്തുണ്ടോ? സ്വത്തുണ്ട്. അത് വീതം വെച്ച് കൊടുത്തിട്ടുണ്ടോ? ആർക്കും മക്കൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അച്ഛനും അമ്മയും ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് ആർക്കും തമ്മിലൊരു പ്രശ്നവുമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ആർക്കാന്ന് വെച്ചാൽ അവിടെ
ബന്ധമുള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും കൊടുത്തോട്ട് അവർ സമാധാനമായിട്ടിരുന്നാൽ മതി. അച്ഛൻ സംസാരിക്കാറില്ല. കാരണം അച്ഛൻ സംസാരിച്ചാൽ അച്ഛൻ പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഈ അമ്മയുടെ സ്വഭാവത്തിന് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു. അപ്പം അവരുടെ ഇത് കേട്ട് പിള്ളേർ തന്നെ പറയും അമ്മ ഒരു പ്രത്യേക സ്വഭാവമാണ്. അമ്മയുടെ അച്ഛൻ ഭയങ്കര പ്രതാപിയായിരുന്നു, എന്തോ മജിസ്ട്രേറ്റൊക്കെ ആയിരുന്നു പഴയ കാലത്തെ. അപ്പോൾ ആ പ്രതാപം അവിടെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്ന് വന്നാണ്. ആ പ്രതാപത്തോടുകൂടി അവർ ജീവിച്ചതിൻ്റെ അല്ലെ ആൾക്കാർ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നപ്പം ജീവിതത്തിൽ വന്ന ഭർത്താവ് ഓച്ചാനിച്ച് നിൽക്കണമെന്ന് തോന്നിക്കാണും. അച്ഛൻ തന്നെയാണ് ഈ ഭർത്താവിനെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചത്. കാരണം മിടുക്കനായ ചെറുപ്പക്കാരനാണ്, നാളെ ഭയങ്കരമായൊരു ഭാവിയുണ്ട്, എൻ്റെ മകൾ ഭാവിക്ക് സുരക്ഷിതത്വം ഉണ്ടാവും. സുരക്ഷിതത്വം മാത്രമല്ല അന്തസ്സും ഉണ്ടാവും. ഇഷ്ടം പോലെ സ്വത്തും കൊടുത്ത് ഈ കല്യാണം കഴിച്ചു. ആ മനുഷ്യൻ വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ പിന്നെ സംസാരിക്കാതെയായി അല്ലേ? എന്ത് കാരണങ്ങളാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. മക്കൾക്ക് ഈ സ്വത്തോ പണവും ഒന്നും വേണ്ട, അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴാണെന്ന്. അപ്പം ആരെങ്കിലും മൂത്ത ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വാമി എനിക്കൊരു മകനേ ഉള്ളൂ, എൻ്റെ രണ്ടാമത്തവനൊരു മകനുമില്ല, അവർക്ക് കുട്ടികൾ വേണ്ടാന്നാണ്. കാരണം ഇന്നത്തെ കുട്ടികൾ മാതാപിതാക്കൾക്കുണ്ടാക്കുന്ന നൊമ്പരം കൊണ്ട് വേണ്ടാന്നാണ് അവർ പറയുന്നത്. അപ്പം മക്കളില്ലാത്തവർ സമ്പന്നർ, സ്വസ്ഥർ, ഭാഗ്യവാന്മാർ. ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് പറയാം, എന്നെ ചിലർ വിളിച്ചു പറയും സ്വാമി സന്താനങ്ങളില്ല, ഭാഗ്യമാണ് അല്ലേ? മനോദുഃഖം. അത് ഞാൻ ടീച്ചറോട് ഇന്നലെ പിന്നെ വരുമ്പോൾ ഒരു 5:30-6 മണിയായി കാണും. ഒരു വലത്ത് ജാമാകുമ്പോൾ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ നിൽക്കണം. ഒരു പോലീസുകാരൻ നേരെ വന്ന് ഓടി വന്ന് ആ വണ്ടിയിൽ ഇങ്ങനെ പിടിച്ച് വണ്ടി തുറന്ന് എന്തൊക്കെ ലൈറ്റടിച്ച് മൊബൈലൊക്കെ നോക്കി വണ്ടിയുടെ കീ എടുത്ത് ഉരുട്ടി അപ്പുറത്ത് കൊണ്ടുവച്ചു. ഹൃദയഭാഗത്താണ്, കഞ്ചാവാണോ ചരസാണോ MDMA ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആരോ ഒറ്റിയതായിരിക്കും. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എന്ത് കാരണങ്ങൾ കൊണ്ടെന്നറിയില്ല. കാരണം വേറെ ഒന്നും ഇല്ലെങ്കിൽ തുറന്നു നോക്കണ്ടല്ലോ. പോലീസുകാരൻ പെട്ടെന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. നമ്മുടെ കാറിൻ്റെ മുമ്പിലാണ്, ഞാൻ ടീച്ചറുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ ആ പോലീസുകാരൻ വന്നു, പെട്ടെന്ന് വണ്ടി നിർത്തി ആ ഡോർ കംപ്ലീറ്റ് ലൈറ്റ് അടിച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് കീ ഊരിയെടുത്ത് അപ്പുറത്തോട്ട് കൊണ്ടുവച്ചു. അപ്പോൾ ആ പെൺകുട്ടിയെ പ്രതീക്ഷിച്ചും അതിനെ ഒരു അച്ഛനും അമ്മയും വളർത്തിയെടുത്തതല്ലേ, പ്രതീക്ഷിച്ച് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് മകൾ വീട്ടിലെത്തും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് കിട്ടുന്ന വാർത്ത എന്താണ്? അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ട്, വരണം, കയ്യിൽ നിന്ന് പൊതി കെട്ടി എന്ന് പറയാതിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്നിപ്പോൾ കർക്കിടകത്തിനകത്ത് പോയപ്പോൾ ഒരുപാട് പേര് വന്ന് ബലിയിടുകയും പിതൃക്കളെ സ്മരിക്കുകയും ഒക്കെ ചെയ്ത കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടേ മരിച്ചുപോയവരെ സ്മരിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ഒരു ദിവസം ഞാനതാ വെളുപ്പിന് പോയത്. ഞാൻ ഈ 63 വയസ്സിനിടയിൽ ഇത്രയും നേരത്തെ പോയിട്ട് ബലികർമ്മങ്ങൾ ചെയ്തിട്ടില്ല. പോയൊക്കെ ചെയ്തിട്ട് വരും. ഇപ്പം എനിക്കതിൻ്റെ തീവ്രത മനസ്സിലാക്കി, അതിൻ്റെ തീഷ്ണത മനസ്സിലാക്കി. കാരണം ആ ബലികർമ്മം തുടങ്ങുന്ന സമയത്ത് തന്നെ, ഉദയം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗരുഡപുരാണത്തിൽ പറയുന്ന പോലെ വാതിലിങ്ങനെ തുറക്കുമല്ലോ. ആ പിതൃക്കളെ അടച്ചിട്ടിരിക്കുന്ന പിതൃക്കളെ തുറന്നിടുമ്പോൾ അവർ വന്ന് ഭക്ഷണം കഴിക്കട്ടെ. അവർ എത്രയോ കാലത്തെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ തെറ്റുകളുടെ പരിണിത ഫലമായിട്ട് നമ്മുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിലുള്ള ആ ദുഃഖത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും പിതൃക്കളുടെ ആ സ്ഥലത്ത് അവർ ആത്മാവ് വേദന കൊണ്ട് കിടക്കുമ്പോൾ അവർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും മനസ്സിന് തൃപ്തിയോടുകൂടി പുനർജനിച്ച് വരാനോ അല്ലെങ്കിൽ പിതൃക്കൾക്ക് എൻ്റെ പിതൃക്കൾ, എൻ്റെ സന്താന പരമ്പരകൾ, എൻ്റെ വംശത്തിൽ നിന്ന് എനിക്ക് ഞാൻ കൊടുക്കുന്ന അനുഗ്രഹത്വം ഉള്ളതുകൊണ്ട് എന്തോരം ദോഷങ്ങൾക്ക് മാറ്റം വരും. പിതൃബലികൾ ഉണ്ടാക്കുന്ന മാറ്റം, കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം, വെള്ളം ചോറും വെച്ച് കാക്കയ്ക്ക് ഒരു ചിരട്ടയിൽ ഇച്ചിരി വെള്ളവും വെള്ളം ചോറും കൊടുത്താൽ ഉണ്ടാകുന്ന മാറ്റം, ബാക്കി ദുരിതങ്ങളെ വരുള്ളൂ. ഇതൊന്നും ചെയ്യാത്ത എത്രയോ പേര്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങോട്ട് DNA വരുമ്പം എന്നെ 3 പേര് വിളിച്ചു. സ്വാമി പറഞ്ഞെല്ലാം മനസ്സിനെ പേടിപ്പിച്ചു. ഞാൻ ഇന്നവിടെ പോയിട്ട് ബലികർമ്മം ചെയ്തു. എവിടെ? തിരുവല്ല പരശുരാമ ക്ഷേത്രത്തിൽ. ഭയങ്കര തിരക്കായിരുന്നു. ബുദ്ധിമുട്ടിയെങ്കിലും ഞാനതങ്ങ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് എന്തൊരു കാര്യം അല്ലേ? അവർക്ക് സ്വയം തോന്നണ്ടേ എൻ്റെ മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടിയിട്ട്, മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനും അമ്മയും, ഞാൻ വിളിച്ചു അച്ഛനും അമ്മയുണ്ടോ? അച്ഛനമ്മയും മരിച്ചുപോയി. പിന്നെ അമ്മയെ അടുത്ത കാലത്താണ് മരിച്ചത്, ക്യാൻസറായിരുന്നു, കുറച്ച് ദുരിതം ഉണ്ടായിരുന്നു. 3 പേരുടെയും ഒക്കെ പറയുന്നതൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ. അപ്പം മനസ്സറിഞ്ഞ് സമർപ്പിച്ച്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി കരയുകയും ആ കൊച്ചുകുട്ടി അടുത്തിരിക്കുന്ന കുട്ടി അവന് ബലിയിടാൻ പറ്റാതെ അമ്മയെ സാന്ത്വനിപ്പിക്കുന്ന പോലെ അമ്മയുടെ തുടയിലിങ്ങനെ പിടിച്ച് അമ്മ അമ്മ എന്ന് വിളിക്കുന്ന കണ്ട ആ ദൃശ്യം മനസ്സിലുണ്ടാക്കിയ ആഘാതവും അല്ലേ? ജീവിതകാലം മൊത്തം സ്നേഹിച്ചു പോയൊരു ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, കുട്ടിയുടെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയപ്പം അവരുടെ കണ്ണീരിൽ നിന്ന് ബലിച്ചോറിലെ കടന്നു വീഴുന്ന കണ്ണീരും ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. അച്ഛനെ ബാസ്റ്റർഡെന്ന് വിളിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്ത മക്കൾ, അവൻ എന്തിന് ബലിയിട്ടിട്ടെന്ത് കാര്യം? അവൻ്റെ മക്കൾ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കും, അവനെ ബാസ്റ്റർഡെന്ന് 3 തവണ വിളിക്കും.
അല്ലേ? അധ്വാനിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വളർത്തി വിധവയായിരുന്ന അമ്മ വളർത്തിയെടുത്ത് കൊണ്ടുവരുമ്പം അമ്മയെ മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞ സ്ത്രീക്ക് ജീവിതത്തിൻ്റെ അവസാന കാലം എന്താണ് വരാൻ പോകുന്നത്? മഹാദുരിതം, മാതാവിനേറ്റ ആഘാതം. മാതാവിനും പിതാവിനും ആഘാതം കൊടുക്കുന്ന മക്കൾക്ക്, എന്നുവെച്ചാൽ മക്കളെ കൊടുക്കണ ചില മാതാപിതാക്കൾക്ക് മക്കൾക്കും കൊടുക്കുന്നുണ്ട്, അത് വളരെ ചുരുക്കമാണ്, 2% അതിനകത്ത് കാണും. അവർക്കും ഉണ്ടാവും ദോഷങ്ങൾ. നമ്മളപ്പം ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കഷ്ടപ്പെടുത്താതെ, ആരെയും ദുരിതപ്പെടുത്താതെ, നമുക്ക് ഒരാളെ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മളൊന്നും കൊണ്ടുപോകാതെ ഈ ഭൂമിയിൽ നിന്ന് പോയവരല്ലേ, നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കി തന്നവർ അല്ലേ? നമുക്ക് വീട് വെച്ച് തന്നവർ, നമുക്ക് ഭൂമി തന്ന് പോയവർ, നമുക്ക് പണം ഉണ്ടാക്കി തന്നവരൊക്കെ. ഇപ്പം പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് സ്വത്തും പണവും ഉണ്ടാക്കി കൊടുത്തവർ, അവരെല്ലാം ഈ ഭൂമിയിലെ കാലത്തിൻ്റെ വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടുള്ള അല്ലേ? അവരെ നമ്മളൊന്ന് സ്മരിക്കേണ്ട ഒരു ദിവസം ഒന്ന് സ്മരിക്കുകയും, ഇപ്പോൾ പോട്ടയെന്ന് വെച്ച് ഡെയിലി പൂജിക്കുകയൊന്നും വേണ്ട, സ്മരിക്കുകയോ ഒക്കെ ചെയ്താൽ വളരെ വലിയ കാര്യമാണ്. എൻ്റെ അടുത്ത് ഇന്നിപ്പം 3ാമത് വിളിച്ച ആൾ പറഞ്ഞു, സ്വാമി ഞങ്ങൾ സത്യസായി ബാബയുടെ വലിയ ആരാധകരായിരുന്നു. ഞാൻ കുടുംബമൊക്കെ സർവനാശം സംഭവിച്ചു. അതെല്ലാം സംഭവിച്ചു, സ്വാമിയുടെ വീഡിയോ ഞങ്ങൾ കേട്ടതാണ്. കുടുംബം തകർന്ന് തരിപ്പണമായി. പക്ഷെ ഒരു കാലത്തായി ഇന്ന് ഭസ്മം വരുമായിരുന്നു. നമ്മുടെ മാലകൾ വളർന്നു വരും. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ, ഞാൻ പറഞ്ഞ അതെല്ലാം അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ വിധി അത് അദ്ദേഹത്തെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ സത്യസായി ബാബയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, സത്യസായി ബാബയെ അഗാധമായിട്ട് വിശ്വസിച്ചിരുന്നവർക്ക്, എല്ലാ കുടുംബങ്ങൾക്കും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ ആർക്കും പറ്റിയിട്ടില്ല. നിരവധി പേര് എൻ്റെ അടുത്ത് എന്നെ, അദ്ദേഹത്തിൻ്റെ ആശുപത്രികളിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒരുപാടൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ തള്ളിപ്പറയുന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കുടുംബങ്ങളെല്ലാം തന്നെ വംശനാശം സംഭവിച്ച ദുരിതങ്ങൾ കൊടുക്കുക, രോഗദുരിതങ്ങൾ കൊടുക്കുക, കഷ്ടപ്പാടുകൾ എല്ലാ മനുഷ്യരുണ്ട്. അത് അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെന്നെ വിളിച്ചത്. അവിടെ ഞങ്ങൾ ബലികർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല സ്വാമി. പിന്നെ വേറൊരാൾ ഇന്നലെ പറഞ്ഞത്, എന്നെ രാത്രി വിളിച്ച് പറയാം, സ്വാമി പട്ടിയെ എന്നും സ്വപ്നം കാണുകയാണ്. എന്നും ഒരു പട്ടി, ഞാൻ എങ്ങനത്തെ പട്ടിയാണ്? ഒരു കറുത്ത പട്ടിയാണ്. അതിങ്ങനെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കുരയ്ക്കും. ഞാനത് കാണുക സ്വാമി, എന്തുകൊണ്ടാണ്? കാലം വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ടാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? സമ്പത്തൊക്കെ കുറച്ചുണ്ട്. നിങ്ങൾ താമസിക്കുന്ന വീട് വിൽക്കാൻ പോവുകയാണോ? അതിന് കുറച്ച് ലോണ് പ്രശ്നമായിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് വന്ന് ഈ വീട് കുറച്ച് പണം വേണമായിരുന്നു. അവനെൻ്റെ ആത്മസുഹൃത്തായിരുന്നുകൊണ്ട് ഞാൻ ഈ വീടെടുത്ത് അവന് പണയം വയ്ക്കാനായിട്ട് കൊടുത്തു. എന്നിട്ട് അവനെ ലോൺ അടച്ചില്ല സ്വാമി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഗൃഹത്തിന് നാശം സംഭവിക്കുകയും നിത്യദാരിദ്ര്യം അനുഭവിക്കാനും പോവുകയാണ് എന്നൊരു സത്യം. അത് നായ് വന്ന് നിത്യമായിട്ട് നായ് വന്ന് കുരയ്ക്കുന്നതായിട്ട് നായെ സ്വപ്നത്തിൽ കണ്ടാൽ നിങ്ങളെ ഗൃഹസ്ഥാനവും നഷ്ടപ്പെട്ട് നിത്യദാരിദ്ര്യം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോയി ചേരും എന്നാണ് അതിൻ്റെ ലക്ഷണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യോ എന്നൊക്കെ പുള്ളി വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്യാനാണ്? വരാൻ പോകുന്നതൊന്നും വഴി തടയാതെ വന്ന് ചേരും എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിട്ട നക്ഷത്രത്തെക്കുറിച്ചാണ്. തീച്ചണ്ട നക്ഷത്രമാണ്, കുറച്ച് ദോഷകാലമാണ് എന്ന് പറഞ്ഞാൽ ഈ കർക്കിടകം കഴിയുന്നത് വരെ ഉള്ള കാലഘട്ടം. ചിങ്ങമാസം തുടങ്ങുമ്പോൾ മാറ്റം വരും. നാവ് സൂക്ഷിക്കണം. നമ്മളൊരാളോട് വർത്തമാനം പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. സമ്പത്തിൻ്റെ കാര്യത്തിൽ ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം മനസ്സിൽ ഒതുക്കി വയ്ക്കണം. പെട്ടെന്ന് കോപപ്പെട്ട് ഒരാളോട് സംസാരിച്ച് ശത്രുത ഉണ്ടാക്കരുത്. കോപം കോശങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ എൻ്റെ ആത്മകഥയ്ക്കകത്ത് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ ഞാൻ തന്നെയാണ് ആദ്യം അത് നിർത്തേണ്ട. കോപം നിർത്തേണ്ട ഞാൻ തന്നെയാണ്. പക്ഷേ നിർത്തത്തില്ല. കാരണം അത് എൻ്റെ കോശങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവിട്ട നക്ഷത്രക്കാർ ചിങ്ങമാസത്തിലെ ഓണക്കാലം കഴിയുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ? ഉദരരോഗം, ഉദരത്തിന് സ്തംഭനമുണ്ടാക്കുക, ആഹാരത്തിന് ദോഷം, വിഷാംശം, ആഹാരം വിഷമായി മാറുക. അതുകൊണ്ട് ചിക്കനൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാകാനും, തലയ്ക്ക് മുകളിലേക്ക് പ്രഷർ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. പ്രഷർ പെട്ടെന്ന് കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് അവിട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോഴത്തെ പൂർവ്വജന്മത്തിൽ നിന്നുള്ള ദോഷകാലം എടുത്താൽ അവിട്ട നക്ഷത്രക്കാർക്ക് പ്രഷർ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട്. തളർച്ച ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാനും, ഉദരരോഗം ഉണ്ടാകാതിരിക്കാനും, പിന്നെ കൈകാലുകൾക്ക് മരവിപ്പ് പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും, പിന്നെ നഖം കടിക്കുന്ന സ്വഭാവം കൂടുതലുണ്ടെങ്കിൽ അതങ്ങ് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നഖം കടിക്കുന്ന സ്വഭാവം, പല്ല്, ചെവിയും കണ്ണും മൂക്കും വായും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് എന്തെങ്കിലും രോഗദുരിതങ്ങളാലുണ്ടെങ്കിൽ ആ രോഗദുരിതങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്താൽ
അവിട്ട നക്ഷത്രക്കാർക്ക് ഈ ഓണക്കാലം സന്തോഷഭരിതമായി കടന്നു പോകാം. അപ്പോൾ പിന്നെ എന്നെ അവിട്ട നക്ഷത്രം സ്വാമി ഇന്നലെ തിരുവോണമല്ലേ പറഞ്ഞത്, അവിട്ട നക്ഷത്രമാണോ ഇനി പറയാൻ പോകുന്നത്? ഞാൻ അവിട്ട നക്ഷത്രമാണ് സ്വാമി, പേടിപ്പിക്കുന്ന ഒന്നും പറയില്ല എന്നൊരു പെൺകുട്ടി വിളിച്ച് രാവിലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അവിട്ടമാണോ ഇന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും താങ്കൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി അയ്യോ എന്നൊരു വിളി. നമ്മൾ തൈറോയിഡ് വളരെ സീരിയസ് ആണെന്ന് പോയി കാണാൻ പറഞ്ഞു ആശുപത്രിയിൽ. തൻ്റെ കഴുത്തിന് അതുകൊണ്ട് തൈറോയിഡിന് മരുന്ന് കഴിക്കേണ്ട സ്വാമി, അതുപോരാ തൈറോയിഡ് ഉള്ളവർക്ക് രോഗങ്ങൾ കൂടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കർക്കിടക മാസത്തിൽ ബലികർമ്മങ്ങൾ ചെയ്ത എല്ലാവർക്കും എൻ്റേതായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.